നമസ്കാരം. 10th ICC സൗണ്ട് ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഈ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ക്വസ്റ്റ്യൻ്റെ അകത്തൊരു സോണാർ എന്നുള്ള ആപ്ലിക്കേഷൻ ആണ് പറയുന്നത്. സോണാറുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അൾട്രാസോണിക് സൗണ്ടിന്റെ യൂസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആയിട്ടാണ് അത് വരുന്നത്. ഒരു ഷിപ്പിൽ നിന്നും ലൈക്ക് താഴേക്ക് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്ക് നമ്മൾ സോണാർ വേവ്സ് ട്രാവൽ ചെയ്യിപ്പിക്കുന്നു, അൾട്രാസോണിക് വേവ്സ്. അത് ഡി ഡിസ്റ്റൻസ് താഴെ പോയി തിരിച്ച് അതിന്റെ ട്രാൻസ്മിറ്ററിൽ നിന്ന് താഴേക്ക് പോയി റിസീവറിൽ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തിരിച്ചു വരുന്ന ഡിസ്റ്റൻസും നിങ്ങൾ ഡി എന്ന് എടുക്കുക. ആ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് തിരിച്ചു വരുന്ന ടൈം, അതായത് പോയി തിരിച്ചു വരുന്ന ടൈം 4 സെക്കൻഡ് ആണ്. അപ്പൊ അത് മൊത്തം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2D ആണ്. സോ ഇവിടുത്തെ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് V is equal to 2D divided by T ആണ്. ഈ ഇക്വേഷൻ ആണ് നമ്മൾ എപ്പോഴും എക്കോയുടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും സോണാറിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഒക്കെ ഉപയോഗിക്കുന്നത്. ബിക്കോസ് ഇവിടെ പോയി തിരിച്ചു വരുന്ന സമയമാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡെപ്ത് ഓഫ് ദ വാട്ടർ, അതായത് ഡി ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്നത്. ഡി is equal to V into T divided by 2 ആണ് ചെയ്യേണ്ടത്. സോ വെലോസിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1450 ആണ്. ഇൻറ്റു ടൈം നിങ്ങൾ എടുക്കേണ്ടത് 4 സെക്കൻഡ് ആണ്. നോക്കുക, മൊത്തം ടൈം ആണ് 4 സെക്കൻഡ് എന്ന് പറയുന്നത്, ബൈ 2 എന്ന് വരും. സോ നിങ്ങളിത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 2 എന്ന് വരും. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ആൻസർ എന്ന് പറയുന്നത് 2900 എന്നാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് മീറ്റർ. ഏകദേശം 2.9 കിലോമീറ്റർ ആണ് ആൻസർ വരുന്നത്. സോ ഇതുപോലെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഫാക്ടർ വിച്ച് എഫക്ട്സ് ഫ്രീക്വൻസി എന്നാണ്. ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എമിറ്റഡ് ഡ്യൂ ടു വൈബ്രേഷൻസ് ഇൻ എയർ കോളം. രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ എയർ കോളം ആണ് കേട്ടോ. അതായത് എയർ കോളത്തിന്റെ ലെങ്ത് മാറുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി മാറും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ മിനിമം ഡിസ്റ്റൻസ് എന്നാണ്. ഈ ക്വസ്റ്റിന് സാധാരണ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 17 മീറ്റർ എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. പക്ഷെ ഈ ക്വസ്റ്റിനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നോർമലി ഒരാൾക്ക് എക്കോ കേൾക്കണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 0.1 സെക്കൻഡിനുള്ളിൽ അത് തിരിച്ചു വരണം. 0.1 സെക്കൻഡിനുള്ളിൽ വരുന്ന എക്കോ അല്ലെങ്കിൽ സൗണ്ട് വേവ്സ് നമുക്ക് എക്കോ ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ നമ്മൾക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തു. V into T divided by 2 ആണ്. പക്ഷെ ഇവിടെ 350 into ടൈം എന്ന് പറഞ്ഞാൽ 0.1 എന്ന് എടുക്കുക, ബൈ 2 ചെയ്യുക. അപ്പൊ 35/2 വരും, which is equal to 17.5 മീറ്റർ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ ഓരോ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.